ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാത്ത് ആൻഡ് ഫിസിക്സ് സിംപ്ലിഫൈഡ്. ഇന്ന് നമുക്ക് സയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, in the following cases a ray is incident on a concave mirror, in which case is the angle of incidence equal to 0. ഓക്കെ, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ആ പ്ലെയിനും ഒരു നോർമൽ ഉണ്ടാവും അല്ലെ, എല്ലാ പ്ലെയിനും ഒരു നോർമൽ ഉണ്ടാവും, അതായത് ഇറ്റ് മേക്സ് 90 ഡിഗ്രി. ആ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 0 ആയിട്ടുള്ള ഏത് കേസിലാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അതൊരിക്കലും ഈ കോൺകേവ് മിററിന് 90 ഡിഗ്രി അതായത് നോർമലായിട്ട് വരില്ല, അപ്പോൾ അത് റോങ് ഓപ്ഷൻ ആണ്. ബി നോക്കൂ, എ റേ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഇൻസിഡന്റ് ഒബ്ലിക്വലി. അപ്പൊ അതിന്റെ പിക്ചറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സെന്റർ ഓഫ് കർവേച്ചറും ഈ മിററും തമ്മിലുള്ള ആ റേ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ഇത് ആക്ച്വലി ഒരു റേഡിയസ് ആണ് അല്ലേ, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഈ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് നമ്മൾ മിററിലേക്ക് വരച്ച ആ റേ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ മാത്തിൽ പഠിച്ചിട്ടുണ്ട്, റേഡിയസും ടാൻജന്റും തമ്മിൽ എപ്പോഴും 90 ഡിഗ്രിയാണ് ആംഗിൾ ഉണ്ടാക്കുക, അപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. സോ ഈ റേയും നോർമലും സെയിം ലൈനിലാണ് പോകുന്നത്, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ കളർ ഓഫ് റേസ് ഫോർ എ ആൻഡ് ബി. ഒരു പ്രിസത്തിൽ വൈറ്റ് ലൈറ്റ് വന്നിട്ട് ഡിസ്പേർഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ എ ഏത് കളറാണ്, ബി ഏത് കളറാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ആൻസർ സി ഓപ്ഷൻ ആണ്. എ എന്ന് പറയുന്നത് റെഡ് ലൈറ്റും ബി എന്ന് പറയുന്നത് വയലറ്റ് ലൈറ്റും ആണ്. നിങ്ങൾക്ക് ചില കുട്ടികൾക്കെങ്കിലും ഇത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കുക, റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് വളരെ കൂടിയ ലൈറ്റ് ആണ്. ഓക്കെ, വളരെ ലോങ് ആയിട്ടുള്ള ലൈറ്റ് ആണ്. അപ്പോൾ അതൊരു മീഡിയത്തിൽ കൂടെ പോകുമ്പോൾ അതിന് വളരെ സ്പീഡ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു കാറും ഒരു സൈക്കിളും ഇമാജിൻ ചെയ്യൂ. ഒരു കാറും സൈക്കിളും കൂടി പോകുമ്പോൾ കാർ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക അല്ലെ, സൈക്കിള് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. അപ്പോൾ ഒരു കർവ് വരുമ്പോൾ, റോഡിന്റെ ഒരു കർവ് വരുമ്പോൾ കാറിന് അത്ര ഫാസ്റ്റ് ആയിട്ട് ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ സൈക്കിൾ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ബെൻഡ് ചെയ്യും. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് മൂവിങ് ലൈറ്റ് ആണ് ഇൻസൈഡ് എ മീഡിയം, അപ്പോൾ അതിന് ബെൻഡ് ചെയ്യാൻ വളരെ കഷ്ടപ്പാടായിരിക്കും. ഓക്കെ, സൈക്കിള് സ്ലോ ആയതുകൊണ്ട്, അതായത് അത് വളരെ ചെറിയ വേവ് ലെങ്ത് ഉള്ളതുകൊണ്ട് അത് സ്ലോ ആണ്, ഇൻ ദ മീഡിയം ആണ് പറയുന്നത് കേട്ടോ, ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് സ്ലോ ആയതുകൊണ്ട് അതിന് കുറച്ച് ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് വയലറ്റ് ആണ്. ഓക്കെ, ഈ സ്റ്റോറി മനസ്സിലാക്കിയാൽ ഏറ്റവും നന്നായി ബെൻഡ് ചെയ്യുന്നത് വയലറ്റ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്, വയലറ്റ് ലൈറ്റ് നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, the above figure shows the formation of an image by a lens shown by a thick line. ഇതൊരു ലെൻസ് ആണ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ലെൻസിന്റെ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, ആ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് ലെൻസിൽ കൊള്ളുന്നു എന്ന് നമുക്ക് ഇവിടെ ഡൈവേർജ് ചെയ്യുന്ന ഇമേജ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഇമേജ് ഈ ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ ഫോം ചെയ്യുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ലെൻസ് ഏതാണുള്ളത്, അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, കോൺകേവ് ലെൻസിൽ എപ്പോഴും ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുക, ചെറിയ ഇമേജ് ആണ് കിട്ടുക. ബട്ട് ഹിയർ നമുക്കൊരു വലിയ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഉറപ്പിക്കാം അത് കോൺവെക്സ് ലെൻസ് ആണ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഇമേജ്, അത് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇമേജ് വിർച്വൽ ആണ്, ബിക്കോസ് ഇറ്റ് സെയിം സൈഡിലാണ് ഫോം ചെയ്യുന്നത് അല്ലെ. പിന്നെ മാഗ്നിഫൈഡ് ആണ്, അത് വലുതാണ് ഇമേജ്. പിന്നെ ഇറക്റ്റ് ആണ്, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇമേജും അല്ലെ. ഓപ്പോസിറ്റ് ഫ്ലിപ്പ് ആയിട്ടുണ്ടെങ്കിലാണ് ഇൻവേർട്ടഡ് എന്ന് പറയാം. അപ്പം ഇറക്റ്റുമാണ് ഇമേജ്. If the image is formed at a distance of 30 centimeter, okay, 30 centimeter from the lens and the image is twice as the size of the object. So image എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സൈസിന്റെ ഡബിൾ ആണ്. ഓക്കെ, മാഗ്നിഫൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും അതൊരു കോൺവെക്സ് ലെൻസ് തന്നെയാണ്. സോ ഇതിന്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വേർ ഇസ് ദ ഒബ്ജക്ട് പ്ലേസ്ഡ്. അപ്പൊ നമുക്കറിയാം ട്വൈസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ 2 ആണ് അല്ലെ. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്, മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ലെൻസ്, ഇക്വേഷൻ ഈസ് v/u ആണ്. അത് മാത്രമല്ല ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഉണ്ട്. അപ്പൊ അത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ്
ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. സോ 30 ഡിവൈഡഡ് ബൈ യു എന്ന് പറയുന്നതാണ് 2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. സോ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 2, 15 സെന്റിമീറ്റർ ആണ് ആൻസർ. പക്ഷെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അതെ, ലെൻസിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള മെഷർമെന്റ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിത് -15 എന്ന് തന്നെ എഴുതണം. ഓക്കെ, സോ ഇത് മാഗ്നിഫൈഡ് ഇമേജ് വെർച്വൽ ഇമേജ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അതും എന്താണ്, ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇമേജും ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, യു ഈക്വൽസ് -15 സെന്റിമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇത് വേറെ സെറ്റ് ഓഫ് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഓൾവേസ് ഫോംസ് എ വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്? വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഓൾവേസ് ഫോംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ എല്ലാ കേസിലും വിർച്വൽ അല്ല ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ലെൻസ് ആണ് ഇവിടുത്തെ ആൻസർ? കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ലിസ്റ്റ് 2 യൂസസ് ഓഫ് സച്ച് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ 2 യൂസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. കറക്ഷൻ ഫോർ മയോപ്പിയ ആണ്, ഷോർട്ട് സൈറ്റ്. മയോപ്പിയയ്ക്ക് വരെ നമുക്ക് ഷോർട്ട് സൈറ്റ് എന്നും പറയാം. ഷോർട്ട് സൈറ്റഡ്നെസ്സിനും പീപ്പ് ഹോൾസ് ഇൻ ഡോർസ് നമ്മൾ പുറത്ത് ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കണമെങ്കിൽ ഒരു വൈഡൻ വ്യൂ തരുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ആ ഫീൽഡ് ഓഫ് വ്യൂ കുറച്ച് വൈഡൻ ആക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസർഷൻ എ കോൺകേവ് മിറർ ഓൾവേസ് ഫോംസ് ആൻ ഇമേജ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ദ ഇമേജ് ഫോംഡ് ഈസ് വിർച്വൽ. റീസൺ, അക്കോർഡിംഗ് ടു ദ സൈൻ കൺവെൻഷൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് മിറർ ഈസ് പോസിറ്റീവ്. അപ്പോൾ അസേർഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, കോൺവെക്സ് മിറർ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ലൈറ്റ് വന്നു, റിഫ്ലക്റ്റ് ചെയ്തു, അപ്പോഴേക്കും നമുക്ക് എന്താണ് ഫോം ചെയ്യുക? ഈ മിററിന്റെ ബാക്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും അത് വിർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ? ഇത് കറക്റ്റ് ആണ്, ഓപ്ഷൻ അസേർഷൻ കറക്റ്റ് ആണ്. പക്ഷെ റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒബ്വിയസ്ലി ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് തന്നെ ആയിരിക്കും, ബിക്കോസ് മിററിന്റെ റൈറ്റിലേക്ക് പോകുന്നതും മേലേക്ക് പോകുന്നതും നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ഡൗൺ ആൻഡ് ലെഫ്റ്റ് വി കൺസിഡർ ഇറ്റ് ആസ് നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഇതെന്തായാലും കറക്റ്റ് ആണ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതതിൻ്റെ റീസൺ അല്ലല്ലോ അല്ലേ? വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നതും സൈൻ കൺവെൻഷനും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഓക്കെ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 39th ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ടെലസ്കോപ്പിന്റെ ഇമേജ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ന്യൂട്ടോണിയൻ ടെലസ്കോപ്പ് ആണ്, റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കാം. The above image is that of a reflecting telescope. Reflecting telescopes revolutionized our ways of looking into the sky. They employ mirrors to gather and focus light rather than relying solely on lenses, as in their refracting counterparts. These telescopes utilize precisely shaped and polished mirrors to capture incoming light and reflect it to a focal point, where it forms an image for observation. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇവിടെ ഒരു മിറർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, കർവ്ഡ് മിററിനെ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യണം. അപ്പം ഈ ഒരു സൈഡ്, ഈ കർവ്ഡ് ആയിട്ടിരിക്കുന്ന ഈ സൈഡാണ് റിഫ്ലക്റ്റിംഗ് സൈഡ് അല്ലേ? അപ്പം ഈ സൈഡ് റിഫ്ലക്റ്റിംഗ് അല്ലാത്ത സൈഡാണ്. അപ്പോൾ ഇത് എന്ത് മിററാണ്? ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് റേ വന്ന് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എന്ത് മിറർ ആയിരിക്കും? കോൺകേവ് മിറർ ആയിരിക്കും അല്ലേ? കോൺവെക്സ് ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരുള്ളൂ. ഇതൊരു കോൺകേവ് മിററാണ്. അപ്പോൾ ഈ ഡിസ്റ്റന്റ് സ്റ്റാറിൽ നിന്ന് കോൺകേവ് മിററിലേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഇവിടം വരെ വന്ന് ഇൻസിഡന്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ശരിക്കും അതൊരു കൺവേർജ് ചെയ്ത് ഇവിടെ ഒരു ഫോക്കൽ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന് മുന്നേ നമ്മളൊരു പ്ലെയിൻ മിറർ, ഒരു 45 ഡിഗ്രിയിൽ ഒരു പ്ലെയിൻ ഫ്ലാറ്റ് മിറർ വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അത് ഈ മിററിൽ നിന്ന് വരുന്ന ഇമേജിനെ റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പാകത്തിന് ഐപീസിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പ്ലെയിൻ മിറർ വെച്ചേക്കുന്നത്. ഓക്കെ, എന്തിനാണ് അങ്ങനെ റീഡയറക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇമേജ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ അങ്ങനെയാണ്, കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ സൈഡ് വേസ് വ്യൂ കുറച്ച് ഈസിയാണ്. അപ്പം നിങ്ങൾ ന്യൂട്ടോണിയൻ ടെലസ്കോപ്പിൽ നിന്ന് ഒരു ഇമേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായും. നമുക്ക് സൈഡിൽ കൂടെ ഐപീസിൽ കാണാൻ പറ്റും റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന്. സോ അത് കൺവീനിയന്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ലെങ്ത്തും വളരെ കുറവായിരിക്കും. കുറച്ച് ഈസി ആയിട്ട് പോർട്ടബിൾ ആയിട്ടുള്ള ടെലസ്കോപ്പ് ആയിട്ട് മാറ്റാനും പറ്റും റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്ലെയിൻ മിറർ നമ്മുടെ ഐപീസിലേക്ക് എന്ത് ചെയ്യും? റീഡയറക്റ്റ് ചെയ്യും. ഈ ഐപീസിന്റെ അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ,
കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ആ ലെൻസ് വഴി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ഇപ്പോൾ ഡിസ്റ്റന്റ് ഒരു സ്റ്റാർ ആണെങ്കിൽ, നമ്മളിവിടെ ഒരു സ്റ്റാറിന്റെ ഇമേജ് ആണ് നമുക്ക് ഇതുവഴി കിട്ടുന്നതെങ്കിൽ, ശരിക്കും ഈ കോൺകേവ് മിറർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ടും വളരെ ഡിമിനിഷ്ഡ് ആയിട്ടായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഇമേജ് ഇൻവേർട്ടഡും ഡിമിനിഷ്ഡും ആയിരിക്കും. പക്ഷെ അത് നമ്മുടെ കോൺവെക്സ് ലെൻസിലേക്ക് വരുമ്പോൾ ഈ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ചെറിയ ഇമേജിനെ എന്താക്കും? ഇവിടെ നമുക്കൊരു ചെറിയ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ കോൺവെക്സ് ലെൻസ് ആ ഡിമിനിഷ്ഡിനെ മാഗ്നിഫൈ ചെയ്യും. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ മാഗ്നിഫൈങ് ഗ്ലാസ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു റിയൽ ഇമേജ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ കോൺവെക്സ് ലെൻസ് അതിനെ വിർച്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിന് അത് ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്ത് ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, മാഗ്നിഫൈഡ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഈ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്. അത് ഫ്ലിപ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും, പക്ഷെ അതൊരു ഡിസ്റ്റന്റ് സ്റ്റാർ അല്ലെങ്കിൽ നെബുല, ഗാലക്സി എന്താണെങ്കിലും അത് ഫ്ലിപ്പ് ആവുന്ന, അതിന്റെ ഓറിയന്റേഷൻ പ്രശ്നമില്ലാത്ത സ്ഥലത്തെല്ലാം ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. ഓക്കെ, അപ്പൊ ഏകദേശം ഇതിന്റെ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്ട് കൈൻഡ് ഓഫ് ഇമേജ് ഓഫ് ദ സ്റ്റാർ ഈസ് സീൻ ബൈ ദ ഒബ്സർവർ അറ്റ് ദ ഐ പീസ്? ഓക്കെ, അത് വിർച്വൽ മാഗ്നിഫൈഡ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ഇൻ ദിസ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്? നമ്മൾ നേരത്തെ പറഞ്ഞു അത് കോൺകേവ് മിറർ ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ വിത്ത് ദ റീസൺ വാട്ട് കൈൻഡ് ഓഫ് ഒപ്റ്റിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദ ഐ പീസ്? റീസൺ നമ്മൾ പറഞ്ഞു. എന്താണ് റീസൺ? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഡിമിനിഷ്ഡ് സാധനത്തിന് നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടണം, വലുതാക്കി കാണാൻ പറ്റണം. അതിന് ഉറപ്പായിട്ടും നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. മാഗ്നിഫൈ ദ ഇമേജ് ഫോർ ദ ക്ലിയർ വ്യൂ. ഓക്കെ, അതിന്റെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പ്ലെയിൻ മിറർ ഇൻ ദ ടെലസ്കോപ്പ്? പ്ലെയിൻ മിറർ റീഡയറക്ട്സ് ദ ലൈറ്റ് ഫ്രം കോൺകേവ് മിറർ സൈഡ് വേസ് ടു ദ ഐ പീസ്. നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സെറ്റ് ഓഫ് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Azim Tarapurawala was a traveler and science enthusiast. During one of his travels, he found himself on the edge of an island without any mode of communication. As he had read in many stories, he thought he would light a fire on the beach and traveling boats or ships could see that fire and come to give him a ride. He had run out of lighters and matchsticks but had a reading glass. Being a science enthusiast, he knew some tricks and used that lens and a scrap of paper to light a fire with the help of scorching rays from the sun. അത് നമുക്ക് കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വിച്ച് ലെൻസ് ക്യാൻ ബി യൂസ്ഡ് ബൈ അസീം ടു ക്രിയേറ്റ് ദ ഫയർ? ഒബ്വിയസ്ലി കോൺവെക്സ് ലെൻസ്. ഇറ്റ്സ് കൺവേർജിങ് ലെൻസ് അല്ലേ? വരുന്ന ഇൻസിഡന്റ് റേസിനെയൊക്കെ ഒരേ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് അവിടെ ചൂട് കൂട്ടി ആ പേപ്പറിനെ കത്തിക്കാൻ പറ്റും കോൺവെക്സ് ലെൻസിന്. സോ വാട്ട് പ്രോപ്പർട്ടി ഓഫ് ദ ലെൻസ് ഹെൽപ്സ് അസീം ടു ക്രിയേറ്റ് ദ ഫയർ? കൺവേർജിങ് പ്രോപ്പർട്ടി. ലിസ്റ്റ് 2 more uses of this kind of lens. കറക്ഷൻ ഫോർ ഹൈപ്പർമെട്രോപ്പിയ. നമ്മൾ കോൺകേവ് ലെൻസിന് മയോപ്പിയ പറഞ്ഞു അല്ലെ, ഷോർട്ട് സൈറ്റിന്. ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ലോങ് സൈറ്റ് ഉള്ളവർക്ക് ദൂരെയുള്ളത് മാത്രം കാണാൻ പറ്റും, അടുത്തുള്ളത് കാണാൻ പറ്റാത്തതാണ് ഹൈപ്പർമെട്രോപ്പിയ. അങ്ങനെയുള്ളവർക്ക് കറക്ഷൻ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ ടെലസ്കോപ്പിൽ, എസ്പെഷ്യലി റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ 2 കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിലും ടെലസ്കോപ്പിൽ യൂസ് ചെയ്യുന്നില്ലേ, ന്യൂട്ടോണിയൻ ടെലസ്കോപ്പിന്റെ ഐപീസിൽ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട് ടു മാഗ്നിഫൈ ദ ഇമേജ്. Explain with reason the condition under which the lens can form both real as well as virtual images. അപ്പോൾ ഇവിടെ നമ്മൾ കോൺവെക്സ് ലെൻസിന്റെ കേസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി കോൺവെക്സ് ലെൻസിന് വിർച്വലും റിയലും ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. അതിന്റെ കണ്ടീഷൻ ഇതാണ്. When the object placed beyond the focus, it forms real and inverted image, and when it is placed between focus and the optical center, it forms virtual and erect image. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനൊരു സിമുലേഷൻ കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് കഴിഞ്ഞു. ഇതെല്ലാം ക്ലിയർ ആയവർക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്യാം. കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് നോക്കൂ, ഇത് ദൂരേക്ക് പോകുന്നതോറും നമുക്ക് ഇമേജസ് കിട്ടുന്നത് ഞാൻ ലേബൽ ചെയ്യാം. ഇത് റിയൽ ഇമേജ് ആണ് കിട്ടുന്നത് കോൺവെക്സ് ലെൻസിന് ഒബ്ജക്റ്റിന്റെ. ഇവിടെ ഇപ്പോൾ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കിട്ടുന്നത്. ഇത് അടുത്തേക്ക് വരുന്തോറും എന്താ സംഭവിക്കുന്നത്? ഒബ്ജക്റ്റ് ഇമേജ് വലുതായി വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതൊരു പർട്ടിക്കുലർ പോയിന്റ് ഫോക്കസിൽ എത്തുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നില്ല. അത് ഫോക്കസിനും കോൺവെക്സ് ലെൻസിന്റെ ഇടയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിർച്വൽ ആയിട്ടുള്ള മാഗ്നിഫൈഡ് ആയിട്ടുള്ള അപ്രൈറ്റ് ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നുണ്ട്. ഓക്കെ,
അതായത് ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഇമേജ് കിട്ടും, പക്ഷെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വളരെ വലുതായിട്ടുള്ള ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക. സെയിം സൈഡിൽ ഒബ്ജക്റ്റിന്റെ അതേ സൈഡിലാണ് നമുക്ക് ആ ഇമേജ് കിട്ടുന്നത്, വിർച്വൽ ഇമേജ്. ഇതാണ് നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോൺകേവ് ലെൻസിന്റെ കേസ് ആണെങ്കിലോ, ആ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും നമുക്ക് വിർച്വൽ ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. കണ്ടോ, എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും വിർച്വൽ ഇമേജ് തന്നെയാണ് കിട്ടുന്നത്. ഇനി മിററിന്റെ കേസ് എടുത്ത് നോക്കൂ. കോൺകേവ് മിററാണിത്. നമ്മുടെ നേരത്തെ പറഞ്ഞ ന്യൂട്ടോണിയൻ ടെലസ്കോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള കോൺകേവ് മിറർ. അതൊരു ഒബ്ജക്റ്റ് ഡിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഈ റിയൽ ഇമേജ് എന്താണ്, വളരെ ഡിമിനിഷ്ഡ് ആയിട്ടാണ് ഇമേജ് കിട്ടുക, റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് വളരെ ദൂരെ ആയിരിക്കുമ്പോൾ. കോൺവെക്സ് മിറർ എങ്ങനെയാണ്, നമുക്ക് വിർച്വൽ ഇമേജ് ആണ് എപ്പോഴും കിട്ടുക. അത് മിററിന്റെ ബാക്കിൽ ഫോം ചെയ്യുന്നുണ്ട് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഇമേജ്. അപ്പോൾ എല്ലാ ആൻസേഴ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ ഉറപ്പായിട്ടും അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.